പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചില സമയത്ത് ചില ഒരു അലസതയും മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മടിയും അലസതയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് ആദ്യം തന്നെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവർ. അങ്ങനെയുള്ളവർ പെട്ടെന്നൊരു ദിവസം, അങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്കറിയാവുന്ന തന്നെ ഉണ്ട്, നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്നൊരു ദിവസം പെട്ടെന്നാണെങ്കിൽ ഭയങ്കര മടിയാവുകയും ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാതെ വരികയും പഠിത്തത്തിൽ പുറകോട്ട് വരികയും അവർക്കൊക്കെ മാർഗ്ഗമൊക്കെ ഒരുപാട് കുറയുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ വരാറുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കാണ് ആദ്യമേ തന്നെ പഠിക്കുകയൊന്നും ചെയ്യാതെ ആദ്യം തന്നെ ഇതേപോലെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു ദിവസം അവർക്ക് ഇങ്ങനെ അലസതയും മടിയൊക്കെ ഉണ്ടാവുകയാണ്, അവർക്ക് പഠിക്കാനുള്ള ഒരു ഉന്മേഷമൊന്നും വരുന്നില്ല, എപ്പോഴും ഓരോ വയ്യായികയൊക്കെ വരുന്നു. അതുപോലെ തന്നെ എപ്പോഴും ഉറങ്ങാനുള്ള ഒരു നമ്മൾ കുട്ടികളെയൊക്കെ കാണുമ്പോൾ തന്നെ കുളിക്കുകയും നനയ്ക്കുകയൊന്നും ചെയ്യാതെ ഉറക്കം തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന കണക്കൊക്കെ നമുക്ക് തോന്നുന്ന ചില അവസ്ഥകളില്ലേ. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ ആ മടിയൊക്കെ മാറുന്നതിനും അവരുടെ അലസതയൊക്കെ മാറുന്നതിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ദൃഷ്ടിദോഷവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു മടിയും അലസതയൊക്കെ വരുന്നത്. കാരണം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല 100% വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന 2 മാർഗ്ഗങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നല്ല മാർഗ്ഗങ്ങളാണ്, വലിയ കാശ് ചിലവൊന്നുമുള്ള മാർഗ്ഗങ്ങളൊന്നും അല്ല ഇത്. നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള അലസതകളും മടികളും ഒക്കെ മാറിയതിന് ശേഷം അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുകയും അതുവഴി അവർക്ക് പഠിത്തത്തിനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതിനും അതുപോലെ തന്നെ നല്ല മാർഗ്ഗമൊക്കെ മേടിക്കുന്നതിനും അവരുടെ മടിയൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തല്ലിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന മടിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവർ പഠിത്തത്തിൽ പുറകോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യേണ്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെളുപ്പിന് 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. സമയം പ്രത്യേകം ഒന്നുകൂടി പറയുന്നുണ്ട്, രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം. വൈകുന്നേരത്തെ 6 മണി വരെയല്ല, രാവിലെ പുലർച്ചെ 4 മണി മുതൽ രാവിലെ ഒരു 6 മണി വരെയുള്ള സമയമാണ്. പുലർച്ചെയാണ് ഇത് ചെയ്യേണ്ടുന്നത്, ഒരിക്കലും വൈകുന്നേരത്തല്ല ചെയ്യേണ്ടത്. ഇനി സമയത്തിന് മാറ്റം വേറെ ഒന്നുമില്ല, വേറെ ഓപ്ഷൻ ഒന്നുമില്ല സമയത്തിന്. ഇപ്പോൾ ഒന്നുകിൽ നമ്മൾ 4 മണി കഴിഞ്ഞോ 4 മണി കഴിഞ്ഞതിന് ശേഷം 4:30-ക്കോ 4:45-നോ 5 മണിക്കോ 5:30-ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. 6 മണിക്കകത്ത് വെച്ചുള്ള സമയത്തിന് വേണം ആ സമയത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സമയമാണത്. അപ്പോൾ ഈ സമയം 4 മണി കഴിഞ്ഞ് 6 മണി വരെയുള്ള സമയത്തിന് വേണം ഇത് ചെയ്യാൻ. ഞാൻ വീണ്ടും സമയം എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം, പിന്നെ നമ്മളോട് ഈ 7 മണിക്ക് ചെയ്യാമോ 8 മണിക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും, ഉറപ്പായിട്ട് നമുക്ക് കമൻ്റായിട്ട് വരും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. നമുക്ക് പുലർച്ചെ 4 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സമയം നമ്മൾ കുട്ടികളൊക്കെ ഉണരുന്ന ആ ഒരു സമയം നോക്കി, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം നോക്കി നമുക്ക് പുലർച്ചെ ഒരു സമയം തിരഞ്ഞെടുക്കുക. ആദ്യമേ ചെയ്യേണ്ടുന്നത് അതാണ്. തിരഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, അതായത് നല്ല ശരീരശുദ്ധിയൊക്കെ വരുത്തി നല്ല വസ്ത്രമൊക്കെ ധരിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 5 കുരുമുളക് എടുക്കുക. അതായത് ഉണക്ക കുരുമുളക് 5 എണ്ണം എടുക്കുക. 5 എണ്ണം എടുത്തതിന് ശേഷം
നന്നായിട്ട് നമ്മൾ ഈ കുരുമുളക് കയ്യിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമുക്കുണ്ടാകുന്ന ഈ നെഗറ്റീവ് എനർജിയെ എല്ലാം നശിപ്പിച്ചതിന് ശേഷം നമുക്ക് പോസിറ്റീവ് എനർജിയെ തരണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള കഴിവൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് നമുക്കിവിടെ കുട്ടിക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറ്റി കിട്ടണോ, അല്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറി കിട്ടണോ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കുരുമുളകുമായിട്ട് നമ്മൾ കിഴക്ക് വശത്തേക്ക്, നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മുറ്റത്ത് നിന്നതിന് ശേഷം ഒരു കുരുമുളക് എടുത്ത് കിഴക്ക് ഭാഗത്തേക്ക് എറിയാവുന്നതാണ്. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് തന്നെ വേണം നമ്മൾ നിൽക്കാൻ. നിന്നതിന് ശേഷം ഒരു കുരുമുളക് എടുത്ത് കിഴക്കോട്ട് എറിഞ്ഞ് കളയുക. ഒരു കുരുമുളക് എടുത്ത് നമുക്ക് പടിഞ്ഞാറോട്ട്, അതായത് നമ്മുടെ പുറകുവശത്തോട്ട് എറിയാം. പിന്നെ ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും നമുക്ക് എറിയാവുന്നതാണ്. ഈ 4 ഭാഗത്തേക്ക് എറിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കുരുമുളകാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ കുരുമുളക് നമുക്ക് മുകളിലേക്ക് എറിയാം. മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറ്റി കിട്ടണമെന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് കയറാവുന്നതാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കൈയും കാലും മുഖമൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കയറാവൂ. കാരണം അല്ലാതെ നമ്മൾ കയറിയിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഫലവും നമുക്ക് കിട്ടത്തില്ല. മറന്നു പോകാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കൈയും കാലും മുഖവും എല്ലാം നന്നായിട്ടൊന്ന് കഴുകുക. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകുക. കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കയറി പോകാവൂ. അങ്ങനെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് 1 മാസം ചെയ്യുമ്പോഴേക്കും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്ര നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഈ മടിയും അലസതയൊക്കെ മാറുകയും പഠിക്കണോ എന്നുള്ള ചിന്ത വരികയും പഠിക്കുകയും നല്ല മാർഗോടുകൂടി വിജയിക്കാനൊക്കെ കഴിയുകയൊക്കെ ചെയ്യുന്നതാണ് കുട്ടികൾക്കൊക്കെ. കാരണം ഇത് നമുക്ക് എനർജി നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ നെഗറ്റീവ് എനർജിയെ ശരീരത്തിൽ നിർത്താതെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാർഗം ചെയ്യുന്നത്. ഈ കുരുമുളക് എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ വളരെയധികം നമ്മൾ പല കാര്യങ്ങൾക്കും പല നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. ഭക്ഷണങ്ങൾക്ക് രുചി കൂട്ടുന്നതിന് മാത്രമല്ല, നമുക്ക് വളരെയധികം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കുരുമുളക് എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു മാസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ്. ഇത് നമുക്ക് എപ്പോഴും എല്ലാ ആഴ്ചയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിങ്ങനെ അലസതയും മടിയും ഒന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി ഒന്നും നമ്മുടെ ശരീരത്തേക്ക് ബാധിക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത്, കുട്ടികളൊക്കെ ആകുമ്പോൾ കുളിക്കുന്ന സമയത്ത് രാവിലെ ആയാലും കുഴപ്പമില്ല, വൈകുന്നേരത്തായാലും കുഴപ്പമില്ല, നമ്മൾ ഏത് സമയത്താണോ കുളിക്കുന്നത്, നമുക്ക് കുറച്ച് സമയം കിട്ടുന്നത്, കുളിക്കാൻ നേരത്ത് കുറച്ച് സമയം കിട്ടുന്നത്, രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടത്തില്ല. അപ്പോൾ വൈകുന്നേരത്ത് വന്നതിന് ശേഷം നമ്മൾ കുട്ടികളൊക്കെ കുളിക്കുമല്ലോ, കുളിക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കാനായിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ച് വയ്ക്കുക. ഷവറിലൊക്കെ കുളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ബക്കറ്റിൽ കുറച്ച് വെള്ളം വെച്ച് അങ്ങനെ വേണം കുളിക്കാനായിട്ട്. ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ച് വയ്ക്കുക. ഈ ബക്കറ്റിലേക്ക് പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 സ്പൂണിന് വേണ്ടിയിട്ട് കല്ലുപ്പ് ഇടുക. പൊടിയുപ്പ് ഒരിക്കലും ഇട്ടിട്ട് കാര്യമില്ല, കല്ലുപ്പ് വേണം ഇടാനായിട്ട്. കല്ലുപ്പ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള മടി അലസതയൊക്കെ കളഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 1 സ്പൂണ് കല്ലുപ്പ് ഇടുക. നമ്മൾ ഒരുപാട് വെള്ളം എടുക്കുകയാണെങ്കിൽ 1.5 സ്പൂണോ, നമ്മൾ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് 1 സ്പൂണോ 1.5 സ്പൂണോ കല്ലുപ്പ് വേണം. പ്രത്യേകിച്ച് ഓർക്കുക, കല്ലുപ്പ് വേണം. പൊടിയുപ്പ് ഇടുകയേ വേണ്ട. പൊടിയുപ്പിൽ പല ഉപ്പ് മാത്രമല്ല, കല്ലുപ്പാണ് യഥാർത്ഥത്തിൽ നല്ലതായിട്ടൊരു ഉപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊടിയുപ്പിൽ എന്തെങ്കിലുമൊക്കെ മായങ്ങൾ ചേരാതെ വരികയില്ല. അപ്പോൾ പൊടിയുപ്പല്ല വേണ്ടുന്നത്, കല്ലുപ്പ് വേണം. ഈ കല്ലുപ്പ് 1 സ്പൂണിന് വേണ്ടിയിട്ട് കല്ലുപ്പ് ഈ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അതങ്ങ് അലിഞ്ഞ് വെള്ളത്തിനോട് ചേർന്ന് ഈ വെള്ളം കോരി ഒഴിച്ച് നമുക്ക് കുളിക്കാവുന്നതാണ്.
കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. നമുക്കൊരു ഉന്മേഷം കിട്ടുന്നതിനും ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ മടി അലസതയൊക്കെ ആകുന്ന കുട്ടികൾക്കല്ല, മുതിർന്നവർക്കാണെങ്കിലും എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. കാരണം നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതും വളരെയധികം ഗുണം കിട്ടുന്നതാണ്. ഇങ്ങനെ ഈ കല്ലുപ്പൊക്കെ ഇട്ട് കുളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രാക്ക് ദോഷങ്ങളും അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും നല്ല രീതിയിൽ പഠിത്തത്തിൽ മുന്നേറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും. പഠിത്തത്തിലൊക്കെ മിടുക്കരാവുന്നതിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരു ദിവസം ഇപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഈ കുരുമുളകിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, വൈകുന്നേരത്ത് വരുമ്പോൾ നമുക്ക് കല്ലുപ്പിട്ട് ഒന്ന് കുളിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഒരു ദിവസം തന്നെ ഇത് 2 കാര്യങ്ങളും ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം വീതം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.